മഴത്തൂര് മുംബൈ സീരിയലിന്റെ ഇന്നത്തെ കഥയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സ്റ്റാൻലിയുടെ ചായ സൽക്കാരം കഴിഞ്ഞ് അലീനോട് യാത്ര പറഞ്ഞ് ബാലേന്ദ്രൻ ഇറങ്ങുന്നുണ്ട്. ബാലേന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, പോവാ. എൻ്റെ ഉത്തരവാദിത്തം ഏതായാലും ഇവിടത്തോടെ തീർന്നല്ലോ. അപ്പോഴേക്കും സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. സ്റ്റാൻലിയെ നോക്കിക്കൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു മകളെ കിട്ടി. അതിനുവേണ്ടി അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പക്ഷേ അവൾ ഇവിടെ എത്തിക്കുന്നത് വരെ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. എൻ്റെ ഊന്നുവടിയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. ഇനി എവിടെ വീഴുന്നു എനിക്കറിയില്ല. ഇവൾ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ശല്യമായി തോന്നിയ ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ മതി, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഇത് കേട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മാനസികാവസ്ഥ. നിങ്ങൾ തന്നെയാണ് ശരിക്കുള്ള അച്ഛനും മോളും. ഞാൻ വെറും ഒരു കെയർടേക്കർ മാത്രമാണ്. ശേഷം ബാലചന്ദ്രൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നാലെ അലീനയും. ബാലേന്ദ്രൻ വണ്ടിയിൽ ചെന്ന് അലീനയുടെ ലഗേജുകളെല്ലാം താഴെ ഇറക്കി വെക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അച്ഛൻ മരുന്നെല്ലാം സമയത്തിന് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ബാലേന്ദ്രനോട്. ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പം തന്നെ അച്ഛനെ വിളിച്ചു പറയണമെന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ അലീനോട് യാത്ര പറഞ്ഞ് ബാലേന്ദ്രൻ കാറ് തിരിച്ചു. കാറ് കണ്ണിൽ നിന്ന് മായുന്നവരെ അലീന അവിടെ തന്നെ നിന്നു. ശേഷം അവൾ പെട്ടികളുടെ അടുത്തേക്ക് വന്നു. സ്റ്റാൻലി ആൻ്റപ്പനും സിറ്റൗട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അലീന പെട്ടികൾ എടുക്കാൻ ഭാവിച്ചപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊന്നും എടുക്കണ്ട, അതെല്ലാം ആൻ്റപ്പൻ എടുത്തോളും. അതിൻ്റെ ആവശ്യമില്ല, ഇതിനൊന്നും വലിയ ഭാരമില്ലല്ലോ, ഞാൻ തന്നെ എടുത്തോളാം. അങ്ങനെ പറഞ്ഞ് അലീന പെട്ടികൾ എടുക്കാൻ നോക്കുന്നുണ്ട്. ഈ സമയം സ്റ്റാൻലി ആൻ്റപ്പനെ ചീത്ത പറയുന്നുണ്ട്, എത്ര നേരമായി പെട്ടികൾ ഇവിടെ ഇരിക്കുന്നു, തനിക്ക് എടുത്തു വെക്കാൻ തോന്നിയില്ലേ? അപ്പോഴേക്കും ഓടി വന്ന ആൻ്റപ്പൻ അലീനയുടെ കയ്യിൽ നിന്ന് പെട്ടികൾ വാങ്ങുന്നുണ്ട്. എന്നിട്ട് അലീനോട് പറയുന്നുണ്ട്, ഇങ്ങ് തന്നോളൂ മേംസാബ്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, എന്നെ മേംസാബ് എന്നൊന്നും വിളിക്കണ്ട, അലീന എന്ന് വിളിച്ചാൽ മതി, അതാ എൻ്റെ പേര്. എന്നിട്ട് പെട്ടികളൊക്കെ അലീന തന്നെ എടുത്തു. അപ്പോൾ സ്റ്റാൻലി ആൻ്റപ്പനോട് അലീനയുടെ മുറി കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ അലീനയും ആൻ്റപ്പനും കൂടി അലീനയുടെ മുറിയിലേക്ക് എത്തി. മുറിയുടെ വലുപ്പവും സൗകര്യങ്ങളും കണ്ട് അലീന ആകെ ഞെട്ടുന്നുണ്ട്. എനിക്ക് ഇത്ര വലിയ മുറിയൊന്നും വേണ്ടായിരുന്നു, ഒരു ചെറിയ മുറിയും അതിനോടടുത്ത് ഒരു അലമാരിയും മതിയായിരുന്നു. അപ്പം ആൻ്റപ്പൻ പറയുന്നുണ്ട്, ഈ മുറിയാ കൊച്ചിന് വേണ്ടി ഒരുക്കാൻ സാബ് പറഞ്ഞത്. അപ്പോഴേക്കും രണ്ട് പട്ടികൾ അലീനയുടെ കാൽച്ചോട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്. അവർ അലീനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുക. അലീനെ അവരെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സ്റ്റാൻലി അങ്ങോട്ട് വരുന്നുണ്ട്. പട്ടികളെ കണ്ടതും സ്റ്റാൻലി പറയുന്നുണ്ട്, ഇതിനകത്തോട്ട് കയറി പോകരുത്. അത് കേട്ടതും പട്ടികൾ രണ്ടും അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം സ്റ്റാൻലി അലീനോടായിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ നീ എവിടെയാണ് താമസിക്കുന്നത്? നീ റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ്. ആ ഒരു ലൈഫ് സ്റ്റൈൽ നിനക്ക് സ്വീകരിക്കേണ്ടി വരും. നിനക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, അതൊക്കെ ചെയ്തു തരാം. സ്റ്റാൻലി ആൻ്റപ്പനോടായിട്ട് പറയുന്നുണ്ട്, ഈ മുറിയിൽ ഒരു ടി വി വെക്കണം. അലീനയ്ക്ക് വേണ്ട കോസ്മെറ്റിക്സ് എന്തൊക്കെയാണെന്ന് അവളോട് ചോദിച്ച് ഓർഡർ എടുത്ത് പോയി മേടിച്ചുകൊണ്ട് വരണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അലീന പറയുന്നുണ്ട്. അലീനയ്ക്ക് വേണ്ടി ഡ്രസ്സുകൾ എടുക്കാൻ നാളെയോ മറ്റന്നാളായി കൊട്ടാരക്കരയ്ക്കോ പുനലൂർക്കോ നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് സ്റ്റാൻലി. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നും തൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ടെന്നും മാത്രമല്ല താൻ ഓർഫനേജിലായിരുന്ന കാലത്ത് പിന്നെ കീറിയ ഉടുപ്പുകൾ തുന്നി ചേർത്താൻ താൻ ഇട്ടിരുന്നെന്നും മാറിയിടാൻ ഒരു ഉടുപ്പിനെ കൊതിച്ചിട്ടുണ്ടെന്നും അലീന പറയുന്നുണ്ട്.